ഷാലൂസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമുക്ക് മഴയൊക്കെ തുടങ്ങിയല്ലോ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ചെടികളും എനിക്ക് മഴക്കാലത്ത് വരുമ്പോഴത്തേക്കും ചെടികളൊക്കെ നല്ല വളർച്ചയാണ്. കാരണം നല്ല പോട്ടി മിക്സ് നമ്മൾ നല്ല നീർവാർച്ചയുള്ള ഇവിടെ മണലൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം മണലൊക്കെ ഉള്ള ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ട് നമുക്ക് മഴയത്തേക്ക് നല്ല സേഫ് ആയിട്ട് തന്നെ എടുത്തു വെക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കലാത്തിയ ബിഗോണിയ ടൈപ്പ് വെറൈറ്റികളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോട്ടി മിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളും കലാത്തിയൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചോട്ടോ. നല്ല മഴയൊക്കെ കൊള്ളാവുന്ന രീതിയിൽ എന്തോരം മഴ കൊണ്ടാലും കലാത്തേക്ക് ഒരു പ്രശ്നമില്ല. കൂടുതൽ ഷൂട്ടുകളൊക്കെ ഇപ്പോൾ പൊട്ടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെറൈറ്റി അഗ്ലോണിമയൊക്കെ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റി അഗ്ലോണിമയൊക്കെ ആണെങ്കിൽ പോട്ടി മിക്സും ഇതൊക്കെ കൂടുതൽ വെള്ളം തങ്ങി നിൽക്കുന്നതാണെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അഗ്ലോണിമയൊക്കെ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ അഡീനിയത്തിന്റെ കേസിൽ അഡീനിയം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറേ പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, മഴക്കാലത്ത് നമ്മൾ വളം കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. വളം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴയത്ത് എന്തായാലും നമുക്ക് പൂക്കളൊക്കെ ഉള്ളതൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പൊ ഇനിയിപ്പോൾ പൂക്കൾ ഉണ്ടാകുകയില്ല. വെയിൽ കുറവായതുകൊണ്ട് പൂക്കൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി വളം കൊടുക്കണ്ട. സാധാരണ ഇത് പ്രൂൺ ചെയ്യണ്ട, വളർന്നോട്ടെ. വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ തെളിയുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്യാം, ഹാർഡ് പ്രൂണിങ് നടത്താം. അപ്പോൾ ഇപ്പോൾ വളർന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് വളർന്നോട്ടെ. പക്ഷെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചോളൂ കേട്ടോ. ഒത്തിരി മഴ കൊള്ളാത്ത നാടൻ വെറൈറ്റിക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തുള്ള വെറൈറ്റിക്കൊക്കെയാണ് മഴ കൂടുതൽ കൊണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാണ്, ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്തു വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. പിന്നെ പോട്ടി മിക്സിന്റെ കാര്യം, നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കുന്നവർ പല രീതിയിൽ നമ്മൾ മാറ്റി നടാനൊക്കെ ഉദ്ദേശിക്കുന്നവർ ഒത്തിരി നനവുള്ള പോട്ടി മിക്സ് ആയിരിക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മണ്ണും നമ്മുടെ വെർമി കമ്പോസ്റ്റോ അങ്ങനെയുള്ളതൊക്കെ നല്ല മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്തു വെക്കുക. അപ്പോൾ നമുക്ക് ചെടികൾ കിട്ടുമ്പോൾ തന്നെ വേഗം നടാലോ. പിന്നെ ഉണക്കി എടുക്കാനൊന്നും നിൽക്കണ്ട. ഒത്തിരി നനവുള്ള പോട്ടി മിക്സിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചെടികൾ നട്ട് കഴിഞ്ഞാൽ അതിനൊരു ക്ഷീണമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അതും കൂടെ ഓർമ്മിപ്പിച്ചത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 കോംബോയാണ് കേട്ടുള്ളത്. നമുക്ക് മഴക്കാലത്തൊക്കെ നന്നായിട്ട് നടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചെടികളാണ് ഇന്നത്തെ കോംബോയിൽ വരുന്നത്. ഒരു അഗ്ലോണിമയുടെ കോംബോയുണ്ട്, അതുപോലെ തന്നെ രണ്ട് കോംബോ സാൻസവേരിയയുടെ ഉണ്ട്, 2 സെറ്റ് സാൻസവേരിയയുടെ കോംബോയും ഉണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ പ്ലാന്റ്സുകൾ വേഗം തന്നെ ഒന്ന് കാണിച്ചു പോകാം. സ്റ്റോക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വേഗത്തിൽ കാണിച്ചു പോകാം കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത് നമ്മൾ റബ്ബർ പ്ലാന്റ് ഈ ഒരു ബർഗണ്ടി കളർ, ഈ ഒരു ഇത് മാത്രമാണ്. ഡ്വാർഫ് വെറൈറ്റിയാണ് കേട്ടോ. ഒത്തിരി പൊക്കം വെക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്വാർഫ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിന്നീടൊക്കെ കുറച്ചൊക്കെ പൊക്കം വെക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ അവിടെ പൊക്കം വെക്കില്ല, ഇങ്ങനെ കുള്ളനായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അല്ല ഇങ്ങനെ ഈ ഒരു സൈസാണ് കേട്ടോ ഡ്വാർഫ് വെറൈറ്റി. ഇത് ആയതുകൊണ്ടാണ് ഈ സൈസിൽ നിൽക്കുന്നത്. പിന്നെ അഗ്ലോണിമ വെറൈറ്റി അഗ്ലോണിമ ജയ്പോങ് റെഡ് ഇതാ ഇങ്ങനെ. പിന്നെ റെഡ് ഇത് പേര് മറന്നുപോയല്ലോ. റെഡ് പനാമ, സോറി പെട്ടെന്ന് പേര് കിട്ടുന്നുണ്ടായിരുന്നില്ല. റെഡ് പനാമ. പിന്നെ സൂപ്പർ വൈറ്റ്, ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിട്ടുള്ള സൂപ്പർ വൈറ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് ഇതാ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ളത്. പിന്നെ പേൾ ഓഫ് മെലോ ദാ ഇത്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ഡിഷിഡിയ കിഡ്നി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതാ ഈ ഒരു സൈസിലുള്ളത് കേട്ടോ. നന്നായിട്ട് ഹാങ് ചെയ്ത് നല്ല കിഡ്നിയുടെ ഷേപ്പൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ വരുന്നത് ദാ നമ്മളുടെ പാം വെറൈറ്റി വരുന്നത് ബാംബു പാം, ഈ ഒരു സൈസിലുള്ളത്. ഇത്രയൊക്കെ ഷൂട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു 10 എണ്ണം ഒക്കെ ഒരു പോട്ടിലുണ്ടായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റോക്കിലുള്ളത് നമ്മളുടെ നമ്മളുടെ പോത്തോസ് വെറൈറ്റി, നിയോൺ പോത്തോസും എൻജോയ് പോത്തോസും പിന്നെ മഞ്ജുള പോത്തോസും സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലൊക്കെ കേട്ടോ. ഇതായിട്ട് ഇതൊക്കെ അകത്തേക്കൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പാകത്തിനുള്ള പ്ലാന്റ്. പിന്നെ നമ്മുടെ മെലനോനി ഗോൾഡ്, നമ്മളുടെ ഫിലാഡൻഡോൺ വെറൈറ്റി കേട്ടോ. പിന്നെ ഉള്ളത് മിക്കാഡോ. ഈ പ്രാവശ്യത്തിൽ മിക്കാഡോ സ്റ്റോക്ക് വന്നേക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അതാ ഈ ഒരു സൈസിലുള്ള പോട്ടിൽ ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മറിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും മറിഞ്ഞു പോകുന്നതാണ് വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചേക്കുന്നതാണ്. നല്ല സൈസിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ. നല്ല വെയിറ്റും കൂടെയാണ് ഇതാ ഇങ്ങനെ. പിന്നെ ഇത് നമ്മളുടെ ബർക്കിൻ ഫിലാഡൻഡൻ വെറൈറ്റി, ബർക്കിൻ ഫുൾ പോട്ട്. പിന്നെ ഫേൺ വെറൈറ്റി, ഇപ്പോൾ മഴക്കാലത്തൊക്കെ ഫേൺ വെറൈറ്റി നല്ലതായിട്ട് നടാമല്ലോ. പീസ് ലില്ലി ഇതാ ഇങ്ങനെ. മിക്കതിന് തന്നെ മൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്.
പിന്നെ CC പ്ലാന്റ് നമുക്ക് 3 വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. CC ഗ്രീൻ വെറൈറ്റി, ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ ഡ്വാർഫ് വെറൈറ്റി, ഗ്രീൻ തന്നെ ഡ്വാർഫ് വെറൈറ്റി. പിന്നെ ബ്ലാക്ക് വെറൈറ്റിയും സ്റ്റോക്കിലുണ്ട് കേട്ടോ, അതിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല. ബ്ലാക്ക് വെറൈറ്റിയും സ്റ്റോക്കിലുണ്ട്. പിന്നെ ഫിലഡൻഡോയുടെ മൂൺഷൈൻ സ്റ്റോക്കിൽ ഉണ്ട്. പിന്നെ ജെയ്ഡ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ജെയ്ഡ്. അപ്പോൾ ജെയ്ഡ് മഴക്കാലത്തൊന്നും സൂക്ഷിക്കുക, മഴയത്ത് ഒത്തിരി മഴ കൊള്ളാതിരിക്കാൻ സൂക്ഷിക്കുക കേട്ടോ. ഒത്തിരി മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ പാം വെറൈറ്റി, അരേക്ക പാം, ഈ സൈസിലുള്ള പ്ലാന്റ്. പിന്നെ നമ്മുടെ ഏതാണ് ബോൺസായി പ്ലാന്റ്, ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പോട്ട് സൈഡാണ് കേട്ടോ ഇടുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇൻഡോർ പ്ലാന്റ് അല്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഔട്ട്ഡോറാണ്. നമുക്ക് ഔട്ട്ഡോറിൽ നല്ല പോട്ടിൽ, നല്ല ക്രിസ്റ്റലിൻ്റെ പോട്ടിലോ അങ്ങനെയൊക്കെയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഒരു ഇത് കാണിക്കാനുള്ളത് ഇതാണ്. ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ വിത്ത് പോട്ടാണ് കേട്ടോ വിടുക. അതിങ്ങനെ തന്നെയായിരിക്കും വിടുക. ഇപ്പോൾ ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് പോത്തോസൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു പോട്ട് സഹിതമാണ് നമ്മൾ ഈ പ്ലാന്റ് വിടുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിൽ 40% വുഡ് ആൻഡ് ക്രോപ്പ് വേസ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഈ പോട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പ്ലാസ്റ്റിക്കുമാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ സ്ട്രക്ചർ കണ്ടറിയാം. അങ്ങനെയുള്ള വെറൈറ്റി നമുക്ക് റൈസ് ഹസ്ക്, പിന്നെ വുഡിൻ്റെ ഒക്കെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് സെൽഫ് വാട്ടറിങ് പോട്ടും കൂടെയാണ്. ഇങ്ങനെയാണ് പോട്ട് വരുന്നത് കേട്ടോ. രണ്ടായിട്ട് നമുക്ക് മാറ്റാം. ഇങ്ങനെയാണ് ഇതിൻ്റെ അടിഭാഗം വരുന്നത്. ഇവിടെ വെള്ളം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരി പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇതിലൊരു ഹുക്ക് ഇതും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് സേഫായിട്ട് വെക്കാൻ പാകത്തിന്, ഇങ്ങനെ ഇതിലേക്ക് വെക്കാൻ പാകത്തിന് ഒരു ലോക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോട്ട് പോവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നാട ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളം വെച്ചാലും നമുക്ക് അത് വലിച്ചെടുത്തോളും. ഇനിയിപ്പോൾ ഈ നാട ഇല്ലാന്ന് വെച്ചും കുഴപ്പമില്ല, കാരണം ഈ പോട്ടിലേക്ക് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. ഇവിടെയാണ് വെള്ളം കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ ഇങ്ങനെ ചെടി സഹിതമാണ് വിടുന്നത്. ഇങ്ങനെ ചെടിയും ഈ പോട്ട് സഹിതമാണ് വിടുന്നത്. ഇങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ പോട്ട് വരുന്നത്. ഈ ഒരു സൈസാണ് പോട്ടിനുണ്ടായിരിക്കുക. ഇങ്ങനെയാണ് പോട്ട് വരിക. നല്ലത് കണ്ടോ. ഇനി ഇതിൽ കാണുമ്പോൾ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിലാണ് ഞാൻ കൈയൊക്കെ പിടിച്ച് കാണിക്കുന്നത് കേട്ടോ. ഈ പോട്ട് സഹിതം നമ്മൾ വിടുക. പോട്ടും ചെടിയും സഹിതമാണ് ഇങ്ങനെ തന്നെയായിരിക്കും വിടുക കേട്ടോ. അപ്പോൾ ഇതിന് വരിക 250 റുപ്പീസാണ്. നമുക്ക് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് ഈ ആഴ്ച തന്നെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫുള്ള് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് വേഗം ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗിഫ്റ്റ് പർപ്പസിനൊക്കെ നല്ലതാണ് കേട്ടോ. അതെങ്ങനെ ഗിഫ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ എന്തെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ ദൂരെയൊക്കെ യാത്രയൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഇൻഡോറിലൊക്കെ പ്ലാന്റുകളൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചെടുത്തോളൂ. പിന്നെ അത് വെള്ളം പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ കോംബോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. സാൻസവേരിയുടെ കോംബോ ആദ്യത്തെ കോംബോ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കോംബോ ഇങ്ങനെയാണ്. 3 പ്ലാന്റുകളാണ് വരുന്നത്. ബ്ലാക്ക് ജാക്ക് ഇങ്ങനെ ഈ ഒരു പോട്ടിൽ വരുന്നത്. പിന്നെ വിറ്റിനി വരുന്നത്. വിറ്റിനിയിൽ എല്ലാത്തിലും തന്നെ ബേബി പ്ലാന്റ് സഹിതമാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഒരു പ്ലാന്റും ഒരു ബേബിയും കൂടെ. അപ്പോൾ അതുപോലൊക്കെ തന്നെയായിരിക്കട്ടെ എല്ലാ പോട്ടിലും. പിന്നെ സൂപ്രഭ ഇങ്ങനെ ഈ 3 പോട്ടുകളാണ്, ഈ 3 പ്ലാന്റുകളാണ് വരുന്നത്. ഈ 3 പ്ലാന്റിനും കൂടെ 450 ആണ് വരുന്നത്. 450 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഹൈറ്റ് വെക്കുന്ന ടൈപ്പുള്ള പ്ലാന്റുകളാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഡ്വാർഫ് വെറൈറ്റിയുടെ കോംബോയും ഉണ്ട്. അതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഗിൽറ്റഡ്ജ് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റാണ്. ഇത് രണ്ടാമത്തെ കോംബോയാണ് കേട്ടോ. ആദ്യത്തെ കോംബോ നമ്മൾ കാണിച്ചത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കോംബോ ഇങ്ങനെ ഗിൽറ്റഡ്ജ്, എഡ്ജ് ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരുന്ന പ്ലാന്റ്. ഇതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡ് ഇല്ലാതെയും പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ പേര് ഗിൽറ്റഡ്ജ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും.
രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞ എരൻബർഗി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. നമ്മളിത് കോംബോയിൽ അധികം കൊണ്ടുവരാത്ത പ്ലാന്റാണ്. ഇതാണ് അതിന്റെ പ്ലാന്റ് വരുന്നത്. ഇത് നല്ല ഡ്വാർഫ് വെറൈറ്റിയാണ്, പക്ഷേ ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുക. കണ്ടോ, ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെറിയ പ്ലാന്റ് ആണ്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഷാർപ്പ് എഡ്ജാണ്, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ സൈസ്. പിന്നെന്താ ഇതിന് പറയാൻ പറ്റുന്ന, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, വെയിറ്റും കൂടെ ഉണ്ട്. നല്ല പ്ലാന്റാ, അടിപൊളി പ്ലാന്റ്. ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എരൻബർഗിൽ നമുക്ക് അധികം സ്റ്റോക്ക് വരാറില്ല. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ബോൺസിൽ. ഇങ്ങനെ ഒരു പോട്ടിൽ നമ്മളിത് കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പോട്ടിൽ 2, 3 ഇതൊക്കെ. ഇപ്പം ഞാൻ എടുത്തേക്കണതിൽ 3 ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കിട്ടിയേക്കണവർക്ക് അറിയാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ പോട്ട് സഹിതമായിരിക്കും കേട്ടോ വിടുന്നത്. ഇത് 3 പ്ലാന്റിനും കൂടി 500+ കൊറിയറാണ്. അപ്പോൾ ഡ്വാർഫൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ 500+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ഇനി നമ്മൾ വരുന്നത് അഗ്ലോണിമയുടെ കോംബോയാണ്. ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് അഗ്ലോണിമ ഹൈബ്രിഡ് വെറൈറ്റികൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, കൂടുതൽ വെള്ളം കൊണ്ടിട്ടാണ്. അപ്പോൾ ഇലകൾക്കും ഇതിനൊന്നും വെള്ളം കൊള്ളാത്ത നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഒക്കെ താഴേക്ക് അഗ്ലോണിമകളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും പ്രശ്നമില്ലാത്ത വെറൈറ്റികളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത്. അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിന് പല പേരുകളാണ് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അതിൻ്റെ ഇങ്ങനെ ഈ ലീഫുകളൊക്കെ നല്ല കളറായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ആദ്യത്തെ ലീഫുകളൊക്കെ ഈ ഒരു കളർ ഉണ്ടാവുള്ളൂ. പിന്നീട് വരുമ്പോഴത്തേക്കും നല്ല വെളിച്ചമൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ഈ ഒരു കളറിലേക്ക് വരും. ബേബി പ്ലാന്റുകൾ കൂടെ സഹിതമാണ് കേട്ടോ നമ്മൾ വിടുന്നത്. എത്ര ബേബി പ്ലാന്റ് ഉണ്ടോ അത് സഹിതം വിടുന്നു. ഇപ്പോൾ ഇതിൽ നല്ലൊരു വലിയ ബേബി പ്ലാന്റും പിന്നെ ബേബി ഷൂട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു പരുവത്തിലാണ് കേട്ടോ. എന്തായാലും ഒരു ബേബി പ്ലാന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും വിടുക കേട്ടോ. മിക്ക പോട്ടിലും 3, 4 ബേബി പ്ലാന്റുകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒരു ബേബി പ്ലാന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ഈ ഒരു സൈസിൽ. ഇപ്പം ഇതൊക്കെ വേഗത്തിൽ തന്നെ പോട്ട് നിറഞ്ഞ് തിക്കായിട്ട് വരുന്ന പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് അടർത്തി മാറ്റി വേഗം മാറ്റി നടുകയും ചെയ്യാം കേട്ടോ. ഒരു വർഷത്തിനുള്ളിൽ ഒരു 10-15 തൈകളൊക്കെ എന്തായാലും ഉണ്ടാകും. 15 അല്ല കേട്ടോ, അതിൽ കൂടുതലൊക്കെ തൈകളുണ്ടാവും. ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാമേ. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോക്സറാണ്. നല്ല ഭംഗിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒത്തിരി ബേബി പ്ലാന്റുകൾ പെട്ടെന്ന് ഈ മഴക്കാലത്തൊക്കെ വേഗത്തിൽ തന്നെ പോട്ട് നിറഞ്ഞ് ഒരു 10-15 ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇവിടെയൊക്കെ അങ്ങനെ ഇരിക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ചിലതിലൊക്കെ ബേബി പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സൈസ്, അത് കൂടാതെ ചെറിയൊരു സൈസിലും കൂടെ വ്യത്യാസമുള്ള ചെറിയൊരു സൈസും കൂടെ ഉണ്ട്. പക്ഷെ അതിൽ 2 പ്ലാന്റുകൾ ആയിരിക്കും കേട്ടോ. പൊക്കം കുറവാണ് ആ ഒരു പ്ലാന്റുകൾക്ക്. അങ്ങനെയുള്ളത് 2 പ്ലാന്റുകൾ ഇതായിട്ടായിരിക്കും ഇവിടെ വിടുക. ഇങ്ങനെ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, ഇത് ബോക്സറിനാണ് പേര് പറയുക. നല്ല ഭംഗിയിൽ വലിപ്പം വയ്ക്കുന്ന ഇലകളാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി. ഇങ്ങനെ ഇരിക്കുന്ന വെറൈറ്റി കേട്ടോ. ഇതാണ് സൈസ് വരുന്നത്. ഇത്രയും വലിയ പ്ലാന്റുകൾ തന്നെ ആയിരിക്കും കേട്ടോ. ഈ 3 പ്ലാന്റിനും കൂടെ 600+ കൊറിയറാണ്. 600+ കൊറിയർ. ഇങ്ങനെ എല്ലാത്തിനും നല്ലോണം വേരുകളുണ്ടായിരിക്കും. മണ്ണിലാണ് പ്ലാന്റുകൾ വരുന്നേക്കുന്നത്. അപ്പം മണ്ണ് മാക്സിമം മാറ്റിയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ വിടുക. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. 600+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് അയച്ചോളൂ. ഈ ബോക്സറിലൊക്കെ ബേബി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. ഉള്ളത് അങ്ങനെ തന്നെയായിരിക്കും വിടുക. പിന്നെ ഇത് ഞാൻ എടുത്തേക്കണതിൽ ബേബി പ്ലാന്റ് ഇല്ല. അതുകൊണ്ട് ഒരു ബേബി പ്ലാന്റ് ഇല്ലാത്തത് തന്നെ എടുത്തത്. മിക്കതും തന്നെ ബേബി പ്ലാന്റ് ഉണ്ട്. ഉള്ളതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ വിടുക. ഇങ്ങനെ. അപ്പോൾ 3 പ്ലാന്റിനും കൂടെ 600+ കൊറിയറാണ്. 600+ കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അധികം സ്റ്റോക്കിലില്ല നമുക്ക്. അപ്പോൾ അധികം ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ ഇത് ചെയ്തോളൂ, മെസ്സേജ് ചെയ്തോളൂ. പിന്നെ നമ്മൾ ബിഗോണിയ പ്ലാന്റ് കുറച്ച് സ്റ്റോക്കിലുണ്ട്. അത് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ അതനുസരിച്ച് ഓർഡർ ചെയ്തോളൂ. പിന്നെ ബിഗോണിയയ്ക്ക് ഇലകൾക്ക് ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഞാനിപ്പോൾ കാറ്റലോഗിലിടാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നമുക്കിവിടെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കൊതുകിൻ്റെ ശല്യം കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഇലകൾ ഇങ്ങനെ വെട്ടിയ ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ സാൻസവേരിയ കോംബോ ഒക്കെ ചെയ്യുമ്പോഴേ സാൻസവേരിയ കോംബോ ഇങ്ങനെ സാൻസവേരിയ വെറൈറ്റി ബാക്കി പ്ലാന്റുകൾക്ക് അത്രയും പ്രശ്നമില്ല. നമുക്ക് ഒരു ഇലയ്ക്കൊന്നും ഒരു ഡാമേജ് വരില്ല. ഈ സാൻസവേരിയയുടെ ഇങ്ങനെ വളം കൊടുക്കുമ്പോൾ വളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് വരുമ്പോൾ തന്നെ ചില ഇലകൾക്ക് ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുണ്ടാവാം.
ദാ ഇതിപ്പോൾ കണ്ടോ, ദാ ഇതിങ്ങനെ ഇതിപ്പോൾ ഈ പുറമെ പൊട്ടലില്ല, ദാ ഇങ്ങനെ ഒരു ചെറിയൊരു പാട് നിങ്ങൾ കാണുന്നുണ്ടോ. ബാക്കിൽ ആ പൊട്ടൽ വന്നിട്ടില്ല. ചിലപ്പോൾ വളം നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ സ്റ്റോക്കിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറിയൊരു വിള്ളൽ പോലെ നടുക്ക് ഭാഗത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് ഭാഗത്ത് ചെറിയൊരു വിള്ളൽ പോലെ ഉണ്ടാകാം. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നന്നായിട്ട് സേഫ് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വിടുമ്പോഴും ഈ വലിയ ഇങ്ങനെയുള്ള സ്റ്റിഫായിട്ടുള്ള വെറൈറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു കനം അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുവല്ലോ. കൊറിയർ അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ല എന്താ വെയിറ്റ് കൂടുതലുള്ള സാധനം നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് വിടുമ്പോഴത്തേക്കും ചെറിയൊരു മടക്കൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അത് വീഡിയോയിൽ പറയാറുണ്ട്. നമ്മൾ സാൻസവേരിയ ഇതൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഉണ്ടാവുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വലിയ പ്ലാന്റ് മൂൺഷൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു പൊട്ടലൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. സാൻസവേരി വെറൈറ്റി ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും പേടിയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രശ്നം വരില്ല. ചെറിയ ചെറിയ പ്ലാന്റുകളാണല്ലോ. വലിയ പ്ലാന്റുകൾ ചെയ്യുമ്പോഴാണ് കൂടുതലും. കഴിഞ്ഞ ആഴ്ചത്തെ മൂൺഷൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സാൻസവേരിയൊക്കെ ഓർഡർ ചെയ്യുന്നവർ മനസ്സിലത് വെക്കുക കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാന്റിന് ഒരു ഇലയ്ക്ക് പോലും കേട് വരരുതെന്നുള്ള രീതിയിലാണ് നമ്മൾ വിടുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ഇതും കൊണ്ട് അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അത് എല്ലാത്തിനും സംഭവിച്ചു എന്നല്ല കേട്ടോ, എന്നാലും അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഹാൻഡ്ലിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ അങ്ങനെ വരാമല്ലോ. ഈ ഇത്രയും കൊറിയറൊക്കെ വരുമ്പോഴത്തേക്കും മീതയ്ക്ക് ഇങ്ങനെ അടക്കി ഇടുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ചെറിയൊരു പെർസെൻറ്റേജ് അത് പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. അത് പ്രത്യേകം ഞാനത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. എല്ലാ വീഡിയോയിലും ഞാനത് വലിയ പ്ലാന്റുകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്. എങ്കിൽ കൂടെ ഒന്നുകൂടി കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചെടികളൊക്കെ നല്ല സേഫായിട്ടൊക്കെ എടുത്ത് വെക്കുക, നല്ല ഭംഗിയിലൊക്കെ ഇത് ചെയ്യുക. നമ്മുടെ മഴക്കാലം നല്ല പ്രശ്നമൊളിഞ്ഞും കൂടുതൽ മഴയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയിലൊക്കെ സൺഷെയ്ഡിൻ്റെ ഒക്കെ അടിയിൽ അധികം മഴ കൊള്ളാത്തടത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെടികൾക്ക് കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒരുവിധം വളർച്ചയുണ്ടല്ലോ. അപ്പോൾ ഈ മഴയ്ക്ക് മുമ്പ് മിക്കവാറും എല്ലാവരും തന്നെ മഴ തുടങ്ങണേക്കാളും മുമ്പ് ഇപ്പോൾ മെയ് അവസാനത്തോടുകൂടി വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ പിന്നെ ഇനി മഴക്കാലത്തേക്ക് പ്രത്യേകിച്ച് വളങ്ങൾ കൊടുത്ത്, പ്രത്യേകിച്ച് രാസവളങ്ങൾ കൊടുത്ത് ചെടികളൊക്കെ കേടാക്കാതിരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ നിങ്ങൾക്ക് റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ. നമ്മൾ തിരിക്കുകയോ ഡിവൈഡ് ചെയ്തൊക്കെ നടേണ്ട സമയം ഇപ്പോഴാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കലാത്തിയൊക്കെ അങ്ങനെയൊക്കെ പോട്ടുകളൊക്കെ തിരിച്ച് നടണമെങ്കിൽ നല്ല സമയമാണ് കേട്ടോ. ഇപ്പം മഴയുള്ള സമയത്ത് നല്ലതാണ്. അപ്പോൾ വേഗം തന്നെ അങ്ങനെയൊക്കെ നട്ടോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.